Hi all, welcome to LearnWise platform. MGM 025 മീഡിയ എത്തിക്സ് ആൻഡ് ലോസ് പേപ്പറിന്റെ ഫസ്റ്റ് ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റ് പ്രിൻസിപ്പിൾസ് ഓഫ് മീഡിയ എത്തിക്സ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പാർട്ട് 1 സെഷൻ ഒക്കെ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. പാർട്ട് 2 സെഷൻ ആണ് നമ്മൾ ഇന്ന് ഇവിടെ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ പാർട്ട് 1 സെഷനിൽ നമ്മൾ മീഡിയ എത്തിക്സിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. അതുപോലെ തന്നെ നമ്മൾ രണ്ട് എത്തിക്കൽ തിയറീസ്, കോൺസിക്വൻഷ്യലിസം അതുപോലെ തന്നെ ഡിയോണ്ടോളജി, ഈ രണ്ട് എത്തിക്കൽ തിയറീസിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു. പിന്നെ അതിനുശേഷം നമ്മൾ മീഡിയയുടെ ആ ഒരു ഫ്രീഡത്തെ, അതായത് ഗവൺമെന്റും പ്രസും തമ്മിലുള്ള ആ ഒരു ഫ്രീഡവുമായി ബന്ധപ്പെട്ട രണ്ട് മോഡൽസിനെ കുറിച്ച്, അതായത് അതോറിറ്റേറിയൻ മോഡൽ അതുപോലെ തന്നെ ലിബർട്ടേറിയൻ മോഡൽ, ഈ ഒരു മോഡൽസിനെ കുറിച്ചും നമ്മൾ പഠിച്ചു. ഫൈനലി നമ്മൾ സെൽഫ് റെഗുലേഷനെ കുറിച്ചൊക്കെ നമ്മളൊരു ബേസ് ഐഡിയ നമുക്ക് കിട്ടിയെന്ന് വിചാരിക്കും. അപ്പൊ നമുക്കറിയാം മീഡിയയ്ക്ക് ഒരു ഫ്രീഡം വേണം. നമ്മൾ ലിബർട്ടേറിയൻ മോഡലിൽ നമ്മൾ കണ്ടു ഫ്രീ പ്രസ് അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ആയി മീഡിയയ്ക്ക് പ്രവർത്തിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം. അതോറിറ്റേറിയൻ മോഡലിലാണെങ്കിൽ നമുക്കറിയാം ഗവൺമെന്റിന്റെ ഒരു കൺട്രോൾ അവിടെയുണ്ട്, അല്ലെങ്കിൽ പവറിലിരിക്കുന്ന, അധികാരത്തിലിരിക്കുന്ന ആൾക്കാരുടെ ഒരു പവർ അവിടെ, അവരുടെ ഒരു കൺട്രോളിലായിരിക്കും ഈ ഒരു സ്റ്റോറികൾ പുറത്തു വരിക, അല്ലെങ്കിൽ അവരുടെ ഒരു സെൻസർഷിപ്പ്, അതിനുശേഷമായിരിക്കും ഇത്തരം ന്യൂസ് സ്റ്റോറികൾ പുറത്തു വരിക. അപ്പൊ ആ സമയം നമുക്കറിയാം അവിടെ കൂടുതലായി ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഒരു മൗത്ത് പീസായി മീഡിയ മാറുന്ന ഒരു കാഴ്ചയാണ് അവിടെ കാണുന്നത്. അപ്പൊ നമുക്കറിയാം ഫ്രീ ആയിട്ടുള്ള, അല്ലെങ്കിൽ മീഡിയയ്ക്ക് സ്വാതന്ത്ര്യത്തോടെ പ്രവർത്തിക്കാനുള്ള ഒരു അവസരം ഉണ്ടെങ്കിലാണ് നമ്മുടെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡെമോക്രസി അവിടെ സാധ്യമാവുള്ളൂ എന്ന് നമ്മൾ പറയാറ്. മാധ്യമങ്ങൾക്ക് നേരെ പല രീതിയിലുള്ള അറ്റാക്സ് സംഭവിക്കാറുണ്ട്. അതായത് അവരൊരു സ്റ്റോറി പുറത്തു കൊണ്ടുവരുന്ന സമയത്ത് അവർക്ക് ഗവൺമെന്റിന്റെ അടുത്ത് നിന്നും ഒരു പ്രഷർ ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരുടെ അടുത്തു നിന്നുള്ള ഒരു പ്രതിഷേധം ഉണ്ടാവുന്നത്. അപ്പൊ ഇത്തരം പ്രശ്നങ്ങളെല്ലാം അഭിമുഖീകരിച്ചുകൊണ്ടാണ് പല സ്റ്റോറികളും ന്യൂസ് മീഡിയകൾ പുറത്തു കൊണ്ടുവരുന്നത്. അത്തരത്തിലുള്ള മീഡിയയുടെ ഫ്രീഡത്തെ ഹനിച്ചുകൊണ്ടുള്ള കുറച്ച് ഈവൻസ് നമുക്ക് നോക്കാം. 1988 രാജീവ് ഗാന്ധി ഡീഫമേഷൻ ബില്ല് കൊണ്ടുവന്നു. പക്ഷെ ആ ബില്ല് കൊണ്ടുവരുന്ന സമയത്ത് അതിനെതിരെ മീഡിയയുടെ ഭാഗത്തു നിന്നും ഒരു പ്രതിഷേധം ഉണ്ടായി. എന്തിനാണ് ഡീഫമേഷൻ ബില്ല് കൊണ്ടുവരുന്നത്? സർക്കാരിനെതിരെയുള്ള ന്യൂസുകൾ, അല്ലെങ്കിൽ സർക്കാരിനെ വിമർശിച്ചുകൊണ്ടുള്ള ന്യൂസുകൾ മീഡിയയിൽ പബ്ലിഷ് ചെയ്യാൻ അനുവദിക്കില്ല, അല്ലെങ്കിൽ അത്തരം ന്യൂസുകളെ സെൻസർ ചെയ്യാനുള്ള ഒരു അവസരം, അതിനു വേണ്ടിയിട്ടാണ് ഡീഫമേഷൻ ബില്ല് കൊണ്ടുവരുന്നത്. പക്ഷേ ആളുകളുടെ ഒരു പ്രതിഷേധം, മീഡിയയുടെ ഭാഗത്തു നിന്നുള്ള ശക്തമായ ഒരു പ്രതിഷേധം കാരണം ഈ ഒരു ബില്ല് വിഡ്രോ ചെയ്യപ്പെട്ടു. ഇനി അതിനുശേഷം 1975 to 77 ആ ഒരു കാലഘട്ടം നമുക്കറിയാം അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന എമർജൻസി കാലഘട്ടം. അപ്പൊ ഇന്ദിരാഗാന്ധി സർക്കാരിന്റെ കാലത്ത് ഈ ഒരു അടിയന്തരാവസ്ഥ നടപ്പിലാക്കിയപ്പോൾ മാധ്യമങ്ങളുടെ മുകളിൽ ഒരു വലിയൊരു സെൻസർഷിപ്പ് ഉണ്ടായിരുന്നു. ആ സമയം ഗവൺമെന്റിനെതിരായിട്ടുള്ള ന്യൂസുകൾ, അല്ലെങ്കിൽ ഇന്ത്യയിൽ നടപ്പിലാക്കിക്കൊണ്ടിരുന്ന ചില പദ്ധതികളെ കുറിച്ചൊന്നും അവർക്ക് വിമർശിക്കാനുണ്ടായിരുന്ന ഒരു അവസരം ഉണ്ടായിരുന്നില്ല. പകരം ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഗവൺമെന്റ് ചെയ്യുന്ന ആ ഒരു പോസിറ്റീവ് സൈഡ് മാത്രം കാണിക്കാനുള്ള ഒരു അവസരം മാത്രമേ അതുണ്ടായിരുന്നുള്ളൂ. അപ്പൊ പിൻകാലത്ത് അടിയന്തരാവസ്ഥ തെറ്റായ ഒരു തീരുമാനമായിരുന്നു എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു ക്രിറ്റിസിസം ഒക്കെ അതിന് വന്നിട്ടുണ്ട്. 1999 കാർഗിൽ വാറിൽ NDTV റിപ്പോർട്ടർക്ക് നേരെ ഒരു ആരോപണം ഉണ്ടായിരുന്നു. അവര് സാറ്റലൈറ്റ് ഫോൺ യൂസ് ചെയ്യുന്നത് വഴി അവിടെയുള്ള പട്ടാളക്കാരുടെ ജീവന് ഭീഷണിയാണ്. പക്ഷെ പിൻകാലത്ത് അവർ ആ ആരോപണം നിഷേധിക്കുകയുണ്ടായി. ഇനി 2008 ഇന്ത്യൻ നേവിയുടെ ഒരു ചീഫ് ഒരു ഫീമെയിൽ ജേർണലിസ്റ്റിനെ അക്യൂസ് ചെയ്തു. എന്തിനാണ്? 3 ജീവന് അവർ കാരണമായി, അല്ലെങ്കിൽ അവരുടെ ഒരു അൺഎത്തിക്കൽ ആയിട്ടുള്ള അവരുടെ റിപ്പോർട്ടിംഗ് കാരണം 3 പേരുടെ ജീവന് അവര് കാരണമായി എന്ന് പറഞ്ഞു. പക്ഷെ പിൻകാലത്ത് അവർ ആ ചാർജിനെ അവരെ അഗെയിൻസ്റ്റ് ആയി, അവർ അതിനെ ഡിനൈ ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നു. പിന്നെ 1989 ബീഹാർ ഇലക്ഷൻ സ്കാൻഡലിൽ ഒരു TV ജേർണലിസ്റ്റിനെ അവര് ഫേക്ക് ആയിട്ടുള്ള ഇന്റർവ്യൂസ് ക്രിമിനൽസുമായിട്ട് അവർ നടത്തി, അതുപോലെ തന്നെ ഇലക്ഷൻ റിഗ് ചെയ്യാൻ വേണ്ടി അവര് ഇത്തരത്തിലുള്ള ഒരു ഇൻവോൾവ്മെന്റ് നടത്തി എന്നൊക്കെ പറയുന്നു. പക്ഷെ പിന്നീട് അവർ ആ ആരോപണം നിഷേധിക്കുകയുണ്ടായി. ഇനി 2008 മുംബൈ ടെററിസ്റ്റ് അറ്റാക്കിൽ 24/7 മാധ്യമങ്ങൾ ആ വാർത്ത ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചു. പക്ഷെ പല രീതിയിലുള്ള എത്തിക്കൽ വയലേഷൻസ് അവര് നടത്തി എന്നുള്ള കണ്ടെത്തലാണ് ഗവൺമെന്റ് പിന്നീട് നടത്തിയത്. ഇപ്പൊ നമ്മൾ മീഡിയ ഫ്രീഡത്തെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു. മീഡിയയ്ക്ക് ഫ്രീഡം ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ എന്നാലും അമിതമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം, അതായത് എന്തും പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം, അത് മീഡിയയ്ക്ക് നൽകി കഴിഞ്ഞാൽ അവിടെ പല രീതിയിലുള്ള എത്തിക്കൽ വയലേഷൻസ് നടക്കാറുണ്ട്. മീഡിയയെ നമ്മൾ ഫോർത്ത് പില്ലർ ഓഫ് ഡെമോക്രസി എന്നൊക്കെയാണ് വിളിക്കുന്നത്. പക്ഷെ ഇന്ന് പല രീതിയിലുള്ള ഫേക്ക് ന്യൂസുകൾ, അല്ലെങ്കിൽ ഫേക്ക് ആയിട്ടുള്ള ചില സ്റ്റിംഗ് ഓപ്പറേഷനുകൾ, അല്ലെങ്കിൽ ബയാസ്ഡ് ആയിട്ടുള്ള ന്യൂസ്, ഇത്തരം ന്യൂസുകൾ വരുന്നത് വഴി മീഡിയയ്ക്ക് ആളുകളുടെ മുന്നിലുള്ള ആ ഒരു ഇമേജ്, പഴയ കാലത്തുള്ള ആ ഒരു ഇമേജ്, സത്യത്തിനൊപ്പം നിൽക്കുകയാണെന്നുള്ള ഒരു ഇമേജ് അത് വീക്കൻ ചെയ്തിരിക്കുകയാണ്.
ഇന്ന് കൂടുതലും മാധ്യമങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് സെൻസേഷണലിസം, അവരുടെ TRP അല്ലെങ്കിൽ അവരുടെ റീച്ചിനെയാണ് അവർ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള എത്തിക്കൽ വയലേഷൻസ് മീഡിയയുടെ ആ ഒരു ഇമേജിനെ, പബ്ലിക്കിന് മുന്നിലുള്ള അവരുടെ ഒരു ഗുഡ് ഇമേജിനെ വളരെയധികം വീക്കൻ ചെയ്യാൻ വേണ്ടി അതിന് കാരണമായിട്ട്. അപ്പൊ മീഡിയക്ക് പല രീതിയിലുള്ള മാർക്കറ്റ് പ്രഷേഴ്സ് ഉണ്ട്. നമുക്കറിയാം, ഒരു മീഡിയ ഫേം അല്ലെങ്കിൽ ഒരു മീഡിയ ഹൗസ് സർവൈവ് ചെയ്യുന്നത് പല രീതിയിലുള്ള അഡ്വർടൈസ്മെന്റുകൾ കൊണ്ടാണ്. ഇപ്പൊ റെസ്പോൺസിബിൾ ആയി ആക്ട് ചെയ്യാതെ പലപ്പോഴും ഈ അഡ്വർടൈസേഴ്സിന്റെ ഒരു മൗത്ത് പീസ് ആയി മീഡിയ മാറുകയാണ്. അല്ലെങ്കിൽ ബിസിനസ്സുകാർ, ഈ മീഡിയയ്ക്ക് ഫണ്ട് ചെയ്യുന്ന ബിസിനസ്സുകാരുടെ അവരുടെ ആ ഒരു ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പലപ്പോഴും മീഡിയ മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അഡ്വർടൈസേഴ്സ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഇതിന്റെ ഒരു സർക്കുലേഷൻ ആണ്. ഇപ്പൊ നമ്മൾ പ്രിന്റ് മീഡിയയുടെ കേസിൽ വന്നു കഴിഞ്ഞാൽ സർക്കുലേഷൻ, അതുപോലെ തന്നെ നമ്മുടെ ഒരു ഇലക്ട്രോണിക് മീഡിയയിൽ നോക്കിക്കഴിഞ്ഞാൽ അവർ കൂടുതലായി ഫോക്കസ് ചെയ്യുന്നത് അതിന്റെ TRP ആണ്. ഇപ്പൊ കൂടുതൽ TRP അല്ലെങ്കിൽ കൂടുതൽ റീച്ച് ഉള്ള ചാനലുകൾക്കായിരിക്കും കൂടുതൽ അഡ്വർടൈസ്മെന്റ്സ് വരിക. അതുപോലെ തന്നെ പ്രിന്റ് മീഡിയയിലാണെങ്കിൽ കൂടുതൽ സർക്കുലേഷൻ, കൂടുതൽ വായനക്കാരുള്ള ഒരു പത്രത്തിനായിരിക്കും കൂടുതലായി അഡ്വർടൈസേഴ്സ് വരിക. അപ്പൊ ഇത്തരത്തിലൊരു വാസ്റ്റ് ഓഡിയൻസിനെ അല്ലെങ്കിൽ ഒരു ഗ്ലോബൽ ഓഡിയൻസിനെ അവർക്ക് കൂടുതൽ റീച്ച് കിട്ടാൻ വേണ്ടി അവർ പല സ്റ്റോറികളെയും അവർ ഫ്രെയിം ചെയ്ത് അത്തരത്തിൽ അവതരിപ്പിക്കുന്ന ഒരു കാഴ്ച നമ്മൾക്ക് നേരിട്ട് വിറ്റ്നസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ മീഡിയ റെസ്പോൺസിബിൾ ആയി പ്രവർത്തിക്കാത്ത ഒരു സാഹചര്യം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് അതിലുള്ള ഒരു ട്രസ്റ്റ് നഷ്ടപ്പെടുക. ഗാന്ധിജി അൺകൺട്രോൾ പ്രസിനെ, അതായത് നിയന്ത്രണമില്ലാതെ പ്രവർത്തിക്കുന്ന പ്രസിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്, അൺകൺട്രോൾ പ്രസ് ക്യാൻ കോസ് ഹാം എന്ന്. ടോണി ബ്ലെയർ മീഡിയയെ ഒരു ഫെറൽ ബീസ്റ്റ്, എന്താണ് ഈ ഫെറൽ ബീസ്റ്റ് എന്ന് പറയുന്നത്? ഫെറൽ ബീസ്റ്റ് എന്ന് പറഞ്ഞാൽ കാട്ടുമൃഗം, അതായത് മീഡിയയെ ഒരു കാട്ടുമൃഗമായിട്ട് ഉപമിക്കുന്നുണ്ട്. ചില സമയത്ത് മീഡിയ വൈൽഡായി അല്ലെങ്കിൽ ഔട്ട് ഓഫ് കൺട്രോൾ, അവരൊരു മൃഗത്തെ പോലെയാണ് ചില രീതിയിൽ പെരുമാറുക. അപ്പൊ അതിനെ ടോണി ബ്ലെയർ ഫെറൽ ബീസ്റ്റ് എന്ന് മീഡിയയെ വിളിക്കുന്നുണ്ട്. 2008 റഷ്യയിൽ ഒരു ടാബ്ലോയിഡ് വ്ളാഡിമിർ പുടിനെതിരെ ഒരു ഫോൾസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു തെറ്റായിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ കൊടുക്കുന്നുണ്ട്. അപ്പൊ പിൻകാലത്ത് ആ ഒരു പേപ്പർ അവർ ഷട്ട് ഡൗൺ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ അവർ കോടതികൾക്ക് അവിടെ റഷ്യയിൽ ഒരു നിയമം കൊടുത്തു. അതായത് ഇത്തരത്തിലുള്ള ഫോൾസ് സ്റ്റോറികൾ അല്ലെങ്കിൽ ഫേക്ക് ആയിട്ടുള്ള സ്റ്റോറികൾ വന്നു കഴിഞ്ഞാൽ ആ മീഡിയ ഹൗസിനെ ഷട്ട് ചെയ്യാനുള്ള ഒരു അവകാശം കോടതികൾക്ക് അവിടെ അല്ലെങ്കിൽ ഗവൺമെന്റ് മെഷീനറികൾക്ക് റഷ്യയിൽ നൽകുകയുണ്ടായി. മീഡിയയുടെ ഒരു പ്രൈം ഡ്യൂട്ടി എന്ന് പറയുന്നത് പബ്ലിക്കിനെ ഇൻഫോം ചെയ്യുക അല്ലെങ്കിൽ പബ്ലിക്കിനെ എംപവർ ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ കൂടുതലായി അവർ അവരുടെ ഒരു വ്യൂവേഴ്സിനെ അല്ലെങ്കിൽ ഒരു റീഡേഴ്സിനെ ഒരു കൺസ്യൂമേഴ്സ് ആയിട്ട് കാണുകയാണ്. അവരുടെ ബിസിനസ് സെല്ല് ചെയ്യാനുള്ള ഒരു കൺസ്യൂമേഴ്സ്. അപ്പൊ നമുക്ക് ഇന്ത്യയുടെ ഒരു കോണ്ടെക്സ്റ്റ് ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കൂടുതലായും ഈ ഒരു മീഡിയ ഹൗസിനെ ഓൺ ചെയ്യുന്ന ആൾക്കാരുടെ താല്പര്യം, അവരുടെ സ്ഥാപിത താല്പര്യങ്ങളെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ കാലത്ത് മീഡിയയുടെ ഒരു ഫോക്കസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഈ എംബഡഡ് ജേർണലിസ്റ്റുകളുടെയൊക്കെ കേസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്താണ് ഈ എംബഡഡ് ജേർണലിസ്റ്റ്? ഇപ്പൊ ഒരു യുദ്ധമുഖത്ത് അവിടെ നേരിട്ട് അവർക്കൊപ്പം, അതായത് ആർമിക്കൊപ്പം നിന്നുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്ന ചില ജേർണലിസ്റ്റുകൾ, അതാണ് നമ്മൾ എംബഡഡ് ജേർണലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു രാജ്യത്ത് ആ ഒരു യുദ്ധമുഖത്ത് നിന്ന് അവർ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ന്യൂട്രൽ ആയിട്ടുള്ള റിപ്പോർട്ടിംഗ് ആയിരിക്കില്ല. പകരം അവിടെ ബയാസ്ഡ് ആയിട്ടുള്ള റിപ്പോർട്ടിങ്ങിനായിരിക്കും കൂടുതൽ ഉള്ള ഒരു സാധ്യത. അവർ ഏത് ഗവൺമെന്റിനൊപ്പം നിന്നാണ് അല്ലെങ്കിൽ ഏതൊരു ആർമിക്കൊപ്പം നിന്നാണ് റിപ്പോർട്ട് ചെയ്യുക എന്നത് അവരുടെ ആ ഒരു സ്റ്റോറിയെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഒരിക്കലും ആ ഒരു ഗവൺമെന്റ് അല്ലെങ്കിൽ അവർ ഒപ്പം നിൽക്കുന്ന ആ ഒരു സൈന്യത്തിനെതിരെ അവർ സ്റ്റോറികൾ അല്ലെങ്കിൽ അവിടെ നടക്കുന്ന ഒരു എത്തിക്കൽ വയലേഷൻസ് അവർ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കില്ല. ഇനി അമിതമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം, അതായത് അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഒരു മീഡിയ ആണെന്നുണ്ടെങ്കിൽ അവിടെ സ്വാഭാവികമായിട്ടും എത്തിക്കൽ വയലേഷൻസ് ഉണ്ടാവുമെന്ന് നമ്മൾ കണ്ടു. ഇനി നമുക്ക് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ നടന്ന കുറച്ച് ഈവന്റ്സുകൾ നമുക്കൊന്ന് പഠിക്കാം. ദി ഗുഡിയ എപ്പിസോഡ്. ഉത്തർപ്രദേശുകാരിയായിട്ടുള്ള ഒരു സ്ത്രീയായിരുന്നു ഗുഡിയ. അവരുടെ ഭർത്താവ് ഒരു പട്ടാളക്കാരനായിരുന്നു. അപ്പൊ കാർഗിൽ യുദ്ധ സമയത്ത് ഇയാൾ യുദ്ധത്തിന് വേണ്ടി പോവുകയും അവിടെ വെച്ച് ഇയാളെ കാണാതാവുകയും ചെയ്തു. അപ്പൊ ഏകദേശം ഇവർ ഒരു 4 വർഷം അല്ലെങ്കിൽ ഒരു 5 വർഷം ഇയാൾക്ക് വേണ്ടി കാത്തിരുന്നു. പക്ഷെ ഇയാൾ തിരിച്ചു വന്നില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഇയാൾ മരിച്ചു എന്നുള്ള ആ ഒരു വിശ്വാസത്തിലായിരുന്നു ഇവര്. അപ്പൊ അതിനുശേഷം ഗുഡിയ തൗഫീഖ് എന്ന് പറഞ്ഞ ഒരാളെ കല്യാണം കഴിച്ചു. അവര് പ്രഗ്നന്റ് ആയി. അതിനുശേഷം ആരിഫ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ആരിഫ് പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് തിരിച്ചു വരികയാണ്. അയാള് അവിടെ പ്രിസണർ ഓഫ് വാർ ആയി പാകിസ്ഥാനിലെ ജയിലിലുണ്ടായിരുന്നു. അപ്പൊ തിരിച്ചു വന്നതിന് ശേഷം അയാൾക്ക് ഗുഡിയെ തിരിച്ചു കിട്ടണമായിരുന്നു. അപ്പൊ ഒരു മീഡിയ റിപ്പോർട്ട് ചെയ്തു ഗുഡിയയ്ക്ക് ആരിഫിനരിയിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരു ആഗ്രഹമുണ്ട്. പക്ഷെ പിന്നീടാണത് മനസ്സിലാവുന്നത് ഗുഡിയയ്ക്ക് അവരുടെ ഒരു റിലീജിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവൾ നിൽക്കുന്ന ആ സൊസൈറ്റിയിൽ നിന്നും അവൾക്കൊരു പ്രഷർ ഉണ്ടായി. അതായത് തൗഫീഖിനെ ഉപേക്ഷിച്ച് വീണ്ടും ആരിഫിനടുത്തേക്ക് പോവുക. ഈവൻ ദോ അവൾ ഗർഭിണിയായിരുന്നെങ്കിലും അവള് ആരിഫിനടുത്തേക്ക് പോകാൻ വേണ്ടി അവൾ നിർബന്ധിതമായി. അപ്പൊ അണ്ടർ പ്രഷർ ഷീ വെന്റ് ബാക്ക് ടു ആരിഫ്. പക്ഷെ പിന്നീട് 2006 അവര് സെപ്റ്റിസേമിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രോഗം ബാധിച്ച്
അവര് മരിക്കുകയാണ്. ഗുഡിയയുടെ ജീവിതം മാധ്യമങ്ങൾ പല രീതിയിലും ഡിസ്കസ് ചെയ്തു. അപ്പൊ നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും ഗുഡിയയ്ക്ക് പിന്തുണ ഇറച്ചു അല്ലെങ്കിൽ ഗുഡിയയുടെ തീരുമാനങ്ങളെ നെഗറ്റീവായി വിമർശിച്ചൊക്കെ ആൾക്കാർ വന്നിരുന്നു. ഗുഡിയയുടെ ജീവിതത്തിൽ പ്രൈവസി ഉണ്ടായിരുന്നില്ല. പകരം മീഡിയ അവരുടെ വ്യക്തിപരമായിട്ടുള്ള ആ ഒരു ലൈഫിനെ ജനങ്ങളുടെ മുന്നിലേക്ക് തുറന്നു കാണിച്ചു. അവരുടെ ഒരു ജീവിതത്തെ ആൾക്കാരുടെ മുന്നിലേക്ക് ചർച്ചാ വിഷയമാക്കി മീഡിയ മാറ്റുക. ഒരു വ്യക്തിയുടെ പ്രൈവസിയെ അല്ലെങ്കിൽ അയാളുടെ സ്വകാര്യ ജീവിതത്തെ മീഡിയ എത്രമാത്രം നെഗറ്റീവായി എഫക്ട് ചെയ്യും എന്നതിനുള്ള ഒരു ക്ലാസിക് എക്സാമ്പിൾ ആണ് ഗുഡിയ എപ്പിസോഡ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ഇൻസിഡന്റ് സെൽഫ് ഇമ്മോലേഷൻ ബൈ ഗോപാൽ കൃഷ്ണൻ കശ്യപ്. 2006 പഞ്ചാബിലെ പാട്യാലയിൽ വെച്ച് ഗോപാൽ കൃഷ്ണൻ കശ്യപ് എന്ന് പറഞ്ഞ ആള് അയാൾ അവിടുത്തെ ബസ് സ്റ്റാൻഡിൽ അല്ലെങ്കിൽ ബസ് ടെർമിനലിൽ വെച്ചിട്ട് അയാൾ തീ കൊളുത്തി, മണ്ണെണ്ണ ഒഴിച്ച് അയാൾ ആത്മഹത്യ ചെയ്യുകയുണ്ടായി. അപ്പൊ ഇയാള് ഇത് ചെയ്തത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാള് അവിടുത്തെ ഒരു വഴിയോര കച്ചവടക്കാരനായിരുന്നു. അപ്പൊ അവിടുത്തെ ഒരു ഫ്ലൈ ഓവർ വരുന്ന സമയത്ത് ഈ വഴിയോര കച്ചവടക്കാരെ അവിടെ സർക്കാർ അവരെ ഒഴിപ്പിച്ചു. പക്ഷെ പിന്നീട് ഇവർക്കൊരു ഷെഡ് കൊടുക്കാം അല്ലെങ്കിൽ ഇവരുടെ പുനരധിവാസത്തിന് വേണ്ടി അവിടെ ഒരു സിസ്റ്റം ഒരുക്കാമെന്നൊക്കെ ഗവൺമെന്റ് പറഞ്ഞെങ്കിലും അത്തരം വാഗ്ദാനങ്ങളൊന്നും അവർ പാലിച്ചില്ല. അപ്പൊ അതിനോടുള്ള ഒരു പ്രതിഷേധമായിട്ടായിരുന്നു ഈ ഗോപാൽ കൃഷ്ണൻ കശ്യപ് തീ കൊളുത്തി ആത്മഹത്യക്ക് ശ്രമിച്ചത്. ഈ 200 ആളുകൾ, പോലീസും അതുപോലെ തന്നെ മീഡിയയിലുള്ള ആൾക്കാരും ഈ ഒരു ഗോപാൽ കൃഷ്ണൻ കശ്യപ് തീ കൊളുത്തി മരിക്കുന്നത് നോക്കി നിന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ആർക്കെങ്കിലും ഒരാൾക്ക് വേണമെങ്കിൽ അവിടെ പോയി അയാൾ തടയാമായിരുന്നു. പക്ഷേ മാധ്യമങ്ങൾ അത് ചെയ്തില്ല. പകരം ഇയാൾ മരിക്കുന്ന ഈ ഒരു ഇൻസിഡന്റ് ജനങ്ങളുടെ മുന്നിലേക്ക് കാണിക്കുക, അതുവഴി അവരുടെ TRP ബൂസ്റ്റ് ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമേ അവർക്കുണ്ടായിരുന്നുള്ളൂ. അവിടെയുള്ള മേയർക്കും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ഒരു അസോസിയേറ്റിനും ഇതിന് പങ്കുണ്ട് എന്നുള്ള രീതിയിലുള്ള ആരോപണങ്ങൾ ഗോപാലകൃഷ്ണൻ ഉന്നയിച്ചിരുന്നു. 20ഓളം TV ന്യൂസ് ചാനലുകൾ ഇയാൾ തീ കൊളുത്തി നിൽക്കുന്നത് നോക്കി നിന്നു. ഇനി അടുത്തത് ദ കേസ് ഓഫ് എ സ്കൂൾ ടീച്ചർ. 2007 ഡൽഹിയിലെ സ്കൂൾ ടീച്ചർ ആയിട്ടുള്ള ഉമാ ഖുറാനെ കുറിച്ച് TV-യിൽ ഒരു വാർത്ത വരികയാണ്. അവരുടെ കുട്ടികളെ ലൂർ ചെയ്ത് അല്ലെങ്കിൽ അവരുടെ കുട്ടികളെ വശീകരിച്ച് സെക്സ് വർക്കിന് വേണ്ടി ഉപയോഗിക്കുകയാണെന്നുള്ള ഒരു സ്റ്റിംഗ് ഓപ്പറേഷൻ ഒരു ചാനലിലൂടെ വരികയാണ്. അപ്പൊ ഈ ഒരു ഉമാ ഖുറാന ഒരു കുട്ടിയെ ഫോഴ്സ് ചെയ്യുന്നു, അതായത് ഈ ഒരു സെക്സ് വർക്കിന് വേണ്ടി ഫോഴ്സ് ചെയ്യുന്നതായിട്ടുള്ള ഒരു വിഷ്വൽ പുറത്തേക്ക് വരികയാണ്. ഒരു സ്റ്റിംഗ് ഓപ്പറേഷൻ വരികയാണ്. ഉമാ ഖുറാനെ അറസ്റ്റ് ചെയ്തു. പുറത്ത് വെച്ച് ആളുകൾ അവരെ വസ്ത്രം കീറി അവരെ ആക്രമിച്ചു. അതിനുശേഷം ഇവര് ജയിലിലേക്ക് പോവുകയാണ്. ആളുകളുടെ ഒരു പ്രതിഷേധം അവർ നേരിട്ടു. അവർ ശാരീരികമായിട്ടും മാനസികമായിട്ടും അവർ തളർന്നു. പക്ഷെ പിന്നീടാണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ആ ഒരു സ്റ്റിംഗ് ഓപ്പറേഷൻ ഫേക്ക് ആയിരുന്നു എന്ന് തെളിയിക്കപ്പെടുന്നത്. സ്റ്റിംഗ് ഓപ്പറേഷനിൽ ഉമാ ഖുറാന ഒരു പെൺകുട്ടിയുമായി സംസാരിക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു പുറത്തു വന്നിരുന്നത്. പക്ഷെ ഇതിൽ ഇൻവോൾവ് ചെയ്യപ്പെട്ട ഈ പെൺകുട്ടി ഒരു സ്കൂൾ വിദ്യാർത്ഥിയല്ല, മറിച്ച് ഒരു ജേർണലിസ്റ്റ് ആണെന്ന് പിന്നീട് കണ്ടെത്തുകയുണ്ടായി. ഈ ഒരു വാർത്ത പുറത്തു കൊണ്ടുവന്ന ഒരു ജേർണലിസ്റ്റും അതുപോലെ തന്നെ ഈ ഒരു സ്റ്റിംഗ് ഓപ്പറേഷൻ ഉൾപ്പെട്ട മറ്റൊരു ഫീമെയിൽ ജേർണലിസ്റ്റിനെ പിൻകാലത്ത് അറസ്റ്റ് ചെയ്യുകയുണ്ടായി. ഇനി അടുത്തൊരു ഈവന്റ് മീഡിയാസ് ലവ് ഫോർ ബോർവെൽസ്. 2006 പ്രിൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 5 വയസ്സുകാരൻ, അവൻ ഹരിയാനയിലുള്ള ഒരു ബോർവെലിൽ, അതായത് ഒരു കുഴൽക്കിണറിൽ വീഴുകയുണ്ടായി. നമുക്കറിയാം, നമ്മൾ മാളൂട്ടി എന്ന് പറഞ്ഞ സിനിമ അല്ലെങ്കിൽ നമ്മൾ കുഴൽക്കിണറിൽ ആളുകൾ വീണിരിക്കുന്ന സ്റ്റോറീസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പ്രിൻസ് വീണ സമയത്ത് 24/7 ചാനലുകൾ ഇതിനെ ഒരു ആഘോഷമാക്കി മാറ്റി. ഇവര് ഇതിനെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു. ആർമി വന്ന് ഈ കുട്ടിയെ രക്ഷപ്പെടുത്തുന്നതും അത്തരത്തിലുള്ള ഒരു ലൈവ് ടെലികാസ്റ്റ് അവരവിടെ കാണിക്കുകയുണ്ടായി. അപ്പൊ അവർക്ക് അതുവഴി അവർക്കൊരു ഹ്യൂജ് വ്യൂവർഷിപ്പ് ഉണ്ടായി, അല്ലെങ്കിൽ ഹ്യൂജ് റീച്ച് ഉണ്ടായി, അല്ലെങ്കിൽ അവരുടെ TRP ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി അതിന് ഹെൽപ്പ് ചെയ്തു. പക്ഷെ സമാനമായിട്ടുള്ള പല ഇൻസിഡൻസും പല ഭാഗത്തും, ഇന്ത്യയുടെ പല ഭാഗത്തും നടന്നിട്ടും മീഡിയ അതിന് വേണ്ട വിധത്തിലുള്ള ഒരു ശ്രദ്ധ കൊടുത്തില്ല. പക്ഷെ പ്രിൻസിന്റെ ഈ ഒരു സ്റ്റോറി പുറത്തു വന്ന സമയത്ത് ആളുകളിലേക്ക് എത്തുന്ന ഒരു റീച്ച് അല്ലെങ്കിൽ ഈ ഒരു സർക്കുലേഷൻ കണ്ട സമയത്ത് മീഡിയ അതിനെ കൂടുതലായി ആ ഒരു TRPയുടെ കണ്ണിലൂടെ ഈ ഒരു ഇവന്റിനെ പുറത്തേക്ക് കൊണ്ടുപോകും. അപ്പൊ ഇത്തരത്തിൽ ലോക്കലായി നടക്കുന്ന ഒരു ഇഷ്യൂവിനെ ഒരു നാഷണൽ സ്പെക്ടാക്കിളിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശക്തി മീഡിയയ്ക്ക്. ഇനി അടുത്തത് ആരുഷി ഹേംരാജ് മർഡർ കേസ് അല്ലെങ്കിൽ നോയിഡ ഡബിൾ മർഡർ കേസ് എന്നൊക്കെ പറയുന്ന ഒരു കേസ്. 15 മെയ് 2008 14 വയസ്സുകാരിയായിട്ടുള്ള ആരുഷി തൽവാറിന്റെ ബോഡി അവരുടെ വീട്ടിൽ വെച്ച് കണ്ടെത്തി. അപ്പോ അവരുടെ വീട്ടിലുള്ള ഒരു ഹെൽപ്പ് ആയിട്ടുള്ള ഡൊമസ്റ്റിക് ഹെൽപ്പ് ആയിട്ടുള്ള ഹേമരാജിനെയായിരുന്നു അവർ ആദ്യം സംശയിച്ചിരുന്നത്. കാരണം ഈ വ്യക്തിയെ കാണാനില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഇയാളാണ് കൊല ചെയ്തത് എന്നുള്ള ഒരു അനുമാനം ഉണ്ടായി. പക്ഷെ പിന്നീട് ആ വീടിൽ നിന്ന് തന്നെ ടെറസിൽ വെച്ച് ഹേമരാജിന്റെ ബോഡി കണ്ടെത്തുകയുണ്ടായി. മീഡിയ ഈ ഒരു കേസിനെ സെൻസേഷണലൈസ് ചെയ്തു. ആരുഷിക്ക് ഹേംരാജുമായിട്ട് ഒരു അവിഹിത ബന്ധമുണ്ടെന്ന് വരെ മീഡിയ പറഞ്ഞുണ്ടാക്കി. സംശയത്തിന്റെ പുറത്ത് ആ വീട്ടിലുള്ള 3 ജീവനക്കാരെ, മറ്റ് ഹെൽപ്പിന് ഉണ്ടായിരുന്ന ഒരു 3 ജീവനക്കാരെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. പക്ഷെ അവരെ വിട്ടയച്ചു. അതുപോലെ തന്നെ ആരുഷിയുടെ മാതാപിതാക്കളെ അറസ്റ്റ് ചെയ്തു. പക്ഷെ അവരെയും വിട്ടയച്ചു. മീഡിയ പല രീതിയിലും ഈ ഒരു കേസിനെ ഡൈവേർട്ട് ചെയ്തു എന്നുള്ളൊരു ക്രിറ്റിസിസം
നിലവിലുണ്ട്. അവരുടേതായിട്ടുള്ള രീതിയിലുള്ള കണ്ടെത്തലുകൾ മീഡിയ അവിടെ പുറത്തു കൊണ്ടുവരും. അപ്പൊ സ്വാഭാവികമായിട്ടും കേസിനെ പല രീതിയിലും അതിനെ ഡൈവേർട്ട് ചെയ്യാൻ ഈ ഒരു ഇത്തരത്തിലുള്ള സ്പെക്കുലേഷൻസ് കാരണമായി ഇന്നും നിലവിൽ ആ കേസ് അൺസോൾവ് ആയിട്ട് തുടരുകയാണ്. ഇനി അടുത്തതായി കത്വ റേപ്പ് കേസ്. ഇന്ത്യയിൽ തന്നെ വളരെയധികം കോളിളക്കം സൃഷ്ടിച്ച ഒരു കേസായിരുന്നു. ജനുവരി 2018 ജമ്മു കാശ്മീരിലെ റസാന വില്ലേജിലെ 8 വയസ്സുകാരിയായിട്ടുള്ള ഒരു കുട്ടി റേപ്പ് ചെയ്ത് കൊല്ലപ്പെട്ടു. അപ്പൊ ഈ ഒരു സമയം ഇന്ത്യയിൽ പല രീതിയിലുള്ള ഒരു പ്രതിഷേധങ്ങൾ ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഉണ്ടായി. പല രീതിയിലുള്ള കമ്മ്യൂണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു ഇംപ്ലിക്കേഷൻസ് ഉള്ള ഒരു കേസ് ആയതുകൊണ്ട് തന്നെ ഇതിന് സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു മീഡിയ അറ്റൻഷൻ കിട്ടി. പക്ഷെ അതോടൊപ്പം തന്നെ ഫോൾസ് ആയിട്ടുള്ള പല രീതിയിലുള്ള നറേറ്റീവ്സും മീഡിയയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. അപ്പൊ നമുക്കറിയാം ഇത്തരം സുപ്രധാനമായിട്ടുള്ള കേസുകളിൽ ഇരയുടെ ഐഡന്റിറ്റി ഒരിക്കലും വെളിപ്പെടുത്താൻ പാടുള്ളതല്ല. പക്ഷെ ഈ ഒരു കേസിൽ പല മാധ്യമങ്ങളും ഈ ഒരു കുട്ടിയുടെ ഐഡന്റിറ്റി അല്ലെങ്കിൽ അവരുടെ ചിത്രങ്ങൾ അവർ ഡിസ്ക്ലോസ് ചെയ്തു. അപ്പൊ പിൻകാലത്ത് കോടതി 10 ലക്ഷം രൂപ വരെ ഇത്തരത്തിലുള്ള ഒരു വയലേഷൻ നടത്തിയതിനു വേണ്ടി മാധ്യമങ്ങൾക്ക് മുകളിൽ പിഴ ചുമത്തുന്ന ഒരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിരുന്നു. മാധ്യമ പ്രവർത്തകർക്ക് പല രീതിയിലുള്ള പ്രഷറുകൾ ഉണ്ടാവും. അവർ വർക്ക് ചെയ്യുന്ന കമ്പനി അതിനെ ഓൺ ചെയ്യുന്ന ആൾക്കാരെ സ്ഥാപിത താല്പര്യങ്ങൾ ചിലപ്പോൾ സംരക്ഷിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഗവൺമെന്റും പല രീതിയിൽ മീഡിയയെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കൂടെ അവർ ആ എത്തിക്സിനെ കൈവിടാതെ അവര് ആളുകളിലേക്ക് സത്യത്തിന്റെ പക്ഷത്ത് നിന്ന് ന്യൂസുകൾ കൊണ്ടുവരാനാണ് ശ്രമിക്കേണ്ടത്. ഇനി അടുത്തായി നമുക്ക് രണ്ട് PYQ ക്വസ്റ്റ്യൻസ് നോക്കാം. ഡിസംബർ 2022 ടേം ആൻഡ് എക്സാമിൽ ചോദിച്ചിരിക്കുന്ന ഡിസ്കസ് എനി 4 കേസസ് വേർ അബ്യൂസ് ഓഫ് പവർ ഓഫ് മീഡിയ വാസ് സീൻ ഇൻ ഇന്ത്യൻ ടെലിവിഷൻ. നമ്മളിപ്പോ കുറെ ഈവന്റ്സുകൾ നമ്മൾ കണ്ടു അല്ലെ. ഗുഡിയ കേസ്, അതുപോലെ തന്നെ ആരുഷി തൽവാറിന്റെ കേസ്, കത്വ റേപ്പ് കേസ്, അതുപോലെ തന്നെ ഡൽഹിയിലെ സ്കൂൾ ടീച്ചറുടെ കേസ്, ബോർവെലിന്റെ കേസ്. അപ്പൊ ഇത്തരത്തിലുള്ള ഏതെങ്കിലും 4 കേസസ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ജൂൺ 2022 ടേം ആൻഡ് എക്സാമിനേഷൻ ചോദിച്ചിരിക്കുന്ന എക്സ്പ്ലെയിൻ ദി മോഡൽസ് ഓഫ് പ്രസ് ഫ്രീഡം. വാട്ട് ഈസ് ദി ഡിബേറ്റ് അറൌണ്ട് മീഡിയ സെൽഫ് റെഗുലേഷൻ. അപ്പൊ നമ്മൾ പാർട്ട് 1 സെഷനിൽ നമ്മൾ മോഡൽസ് ഓഫ് പ്രസ് ഫ്രീഡം, അതായത് അതോറിറ്റേറിയൻ മോഡൽ, അതുപോലെ തന്നെ ലിബർട്ടേറിയൻ മോഡലിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അതോറിറ്റേറിയൻ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതോറിറ്റിയുടെ കൺട്രോൾ ഉണ്ടായിരിക്കാം, അവിടെ ഒരു സെൻസർഷിപ്പ് ഉണ്ടായിരിക്കാം, അവിടെ ഒരു ഫ്രീ ഫ്ലോ ഉണ്ടാവുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ ലിബർട്ടേറിയൻ മോഡൽ എന്ന് പറഞ്ഞു നേരെ വിഭിന്നമായിട്ടുള്ള, അതായത് അതോറിറ്റേറിയൻ മോഡലിന് നേരെ വിഭിന്നമായിട്ടുള്ള ഒരു മോഡലാണ് ലിബർട്ടേറിയൻ മോഡൽ. അവിടെ ഫ്രീ ആൻഡ് ഇൻഡിപെൻഡന്റ് പ്രസ് ആണുള്ളത്. അവിടെ മാധ്യമങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. അവർക്ക് ഏത് രീതിയിലുള്ള അവരുടെ അഭിപ്രായങ്ങൾ അവർക്ക് തുറന്നു പറയാനുള്ള ഒരു അവസരം, ഫ്രീ സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, അതുപോലെ തന്നെ ഫ്രീ ഒപ്പീനിയൻസ് പറയാനുള്ള ഒരു അവസരം ഉള്ള ഒരു മോഡലാണ് ലിബർട്ടേറിയൻ. അപ്പൊ ഈ രണ്ട് മോഡൽസിനെ കുറിച്ചാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ എന്താണ് സെൽഫ് റെഗുലേഷൻ എന്നുള്ളത് നമ്മൾ പാർട്ട് 1 ഡിസ്കസ് ചെയ്തിരുന്നു. സ്വയം നിയന്ത്രണം. പലപ്പോഴും പല റെഗുലേറ്ററി ബോഡീസ് അല്ലെങ്കിൽ റെഗുലേറ്ററി ഫ്രെയിംവർക്സ് ഓരോ രാജ്യത്തും മീഡിയക്ക് മുകളിലുണ്ട്. മീഡിയ എങ്ങനെ പ്രവർത്തിക്കണം, അല്ലെങ്കിൽ അവർ എത്തിക്കലി ഏതൊക്കെ രീതിയിൽ പ്രവർത്തിക്കണം എന്നുള്ള ചില ഗൈഡ് ലൈൻസ് അവർക്കുണ്ട്. പക്ഷെ എന്നിരുന്നാലും നമുക്കറിയാം ഇത്തരത്തിൽ 24/7 പ്രവർത്തിക്കുന്ന ഒരു മീഡിയയുടെ എല്ലാ കോണ്ടന്റുകളെയും പലപ്പോഴും അതിനെ ഗൈഡ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ മോണിറ്റർ ചെയ്യുക എന്നുള്ളത് വളരെ ഹാർഡ് ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ്. അപ്പൊ ഈ സമയം സെൽഫ് റെഗുലേഷൻ, മീഡിയ സ്വയം നിയന്ത്രിക്കുകയാണ്. ഞങ്ങൾ ഇത്തരത്തിലുള്ള ഫേക്ക് ന്യൂസുകൾ, ഞങ്ങൾ ഇത്തരത്തിലുള്ള നെഗറ്റീവ് ന്യൂസുകൾ, ഞങ്ങൾ ഇത്തരത്തിലുള്ള അൺഎത്തിക്കൽ പ്രാക്ടീസസ് ഞങ്ങളുടെ ജേർണലിസത്തിൽ ഉപയോഗിക്കുന്നില്ല. അപ്പൊ ഇതിനാണ് നമ്മൾ സെൽഫ് റെഗുലേഷൻ എന്നൊക്കെ പറയുന്നത്. അപ്പൊ നമ്മുടെ യൂണിറ്റ് 1 ഇതോടുകൂടി നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുന്നു. താങ്ക് യു ഓൾ.